സമയം രാവിലെയാണ്. ശരിക്കും ഗ്രാമത്തിന് നടുക്ക് ഒരു വലിയ ചെമ്പ് പാന വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തു നിന്നും വളരെ നല്ല വാസന വന്നുകൊണ്ടേയിരുന്നു. മീര അതിരാവിലെ ഒരു കാലിയായ പാത്രം എടുത്തുകൊണ്ട് ഗ്രാമത്തിന് നടുക്ക് വന്ന് നിൽക്കുകയായിരുന്നു. ഇന്ന് പായസം വളരെ രുചിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പായസത്തിന്റെ മണം ഗ്രാമം മുഴുവൻ വീശുന്നു. ഇന്ന് രാവിലത്തെ ഭക്ഷണം വളരെ നന്നായിരിക്കും. മീര ആ വലിയ പാത്രത്തിൽ നിന്നും കുറച്ച് പായസം എടുത്തു. അപ്പോഴാണ് അവിടെ ഒരാൾ വന്ന് നിന്നുകൊണ്ടിരുന്നത്. ആരോ വഴിപോക്കനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മീര ആ ആളെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഈ വലിയ പാത്രത്തിൽ നിന്നും എത്ര പായസം വേണമെങ്കിലും നിങ്ങൾ എടുത്തുകൊള്ളൂ. എന്നിട്ട് നിങ്ങളുടെ വിശപ്പ് മാറ്റിക്കൊള്ളൂ. നിങ്ങൾ ഈ പായസത്തിന് കാശൊന്നും തരേണ്ട ആവശ്യമില്ല. ആ ആളിന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ച കാര്യം വിജയിച്ചതുപോലെ. മീര പായസം എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. കീർപൂർ മലകളുടെയും വയലുകളുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. അവിടെയുള്ള മണൽ റോഡ്, മൺവീട്, തുളസി മാടങ്ങൾ, പിന്നെ രാവിലെയും രാത്രിയും പുക കൊണ്ട് നിറയുന്ന അടുപ്പുകൾ, ഇതെല്ലാം കീർപൂരിന്റെ അടയാളമാണ്. കീർപൂർ ഒരു കാര്യത്തിൽ വളരെ ദൂരെ വരെ പ്രശസ്തമായതാണ്. അവിടെ ആരും വിശപ്പോടെ ഉറങ്ങാറില്ല. ശരിക്കും ഗ്രാമത്തിന് നടുക്കായി ഒരു വലിയ വെങ്കല കലം വെച്ചിരിക്കുന്നതാണ്. ആ കലം വളരെ പഴയതാണ്. ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ചൂടുള്ള പായസം അതിൽ നിറഞ്ഞിരിക്കും. അതെങ്ങനെയുണ്ടാകുന്നുവെന്ന് ആരും കണ്ടിട്ടില്ല. തീയും കത്താറില്ല, പാലും തിളയ്ക്കാറില്ല, പക്ഷേ പായസം നിറഞ്ഞിരിക്കും. മീര രാവിലത്തെ ഭക്ഷണമായ പായസം കുടിച്ചിട്ട് കുറച്ചു സമയം തന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു യുവാവ് ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നെത്തിയത്. അല്ല ചന്ദൻ, നീയാണോ? നീ എപ്പോഴാണ് സിറ്റിയിൽ നിന്നും വന്നത്? ഞാൻ ഇപ്പോഴാണ് വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നീ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോഴാണ് ഈ ഗ്രാമം വിട്ടിട്ട് സിറ്റിയിലുള്ള നിന്റെ മാമന്റെ വീട്ടിലേക്ക് പോയത്. കണ്ടോ, ഞാൻ നിന്നെ അടയാളം കണ്ടുപിടിച്ചു. ചന്ദൻ മീരയുടെ അടുത്തേക്ക് വന്നു. പിന്നെ വളരെ ദൃഢമായ ശബ്ദത്തോടെ പറഞ്ഞു, മീര, ഞാൻ നിന്നോട് ഒരു മുഖ്യമായ കാര്യം സംസാരിക്കണം. പറയൂ, എന്താണ് കാര്യം? മീര, നമ്മളുടെ ഗ്രാമത്തിന്റെ മധ്യയിൽ ഒരു വലിയ പഴയ പാത്രം വെച്ചിട്ടുണ്ടല്ലോ, അതിൽ പെട്ടെന്ന് എവിടെ നിന്നാണ് പായസം വരുന്നത്? മീര ആഴ്ന്ന ചിന്തയിൽ മൂழ்കിപ്പോയി. ആ പാത്രത്തിന്റെ രഹസ്യം ആർക്കും തന്നെ അറിയില്ല. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ അറിയാവൂ. ഈ ഗ്രാമത്തിൽ ആരും വിശപ്പോടെ ഇരിക്കാൻ പാടില്ലെന്നാണ് ആ പാത്രത്തിൽ എപ്പോഴും പായസം നിറഞ്ഞിരിക്കുന്നത്. ചന്ദന്റെ കണ്ണുകളിൽ അത്യാഗ്രഹം നന്നായി കാണാൻ സാധിച്ചു. ചന്ദൻ പതുക്കെ എന്തു പറഞ്ഞെന്നാൽ, മീര, സിറ്റിയിലേക്ക് പോയതിനു ശേഷം എന്റെ ആലോചന ബിസിനസ്മാനെ പോലെ ഉണ്ട്. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. ഒരുപക്ഷെ നീ എന്നെ സഹായിച്ചാൽ നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് കുറെ പൈസ ഉണ്ടാക്കാം, ഒരുപാട് പൈസ ഉണ്ടാക്കാം. എന്താണെന്ന് പറ. ഇവിടെ നോക്ക്, ആ പാത്രത്തിൽ പായസം തന്നെ വരുന്നുണ്ട്. നമ്മൾ അടുത്തുള്ള ഗ്രാമത്തിൽ പായസം വ്യാപാരം ചെയ്താൽ എന്താ? ഈ പായസത്തിനെ അവിടെ ചെന്ന് വിൽക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് പായസം കിട്ടുന്നുണ്ട്, പിന്നെ കുറെ പൈസയും ഉണ്ടാക്കാം. മീര ഇത് കേട്ടതും ഞെട്ടിപ്പോയി. അങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കല്ലേ ചന്ദൻ. ആരും വിശപ്പോടെ ഇരിക്കരുതെന്നതിന് വേണ്ടിയാണ് അതിൽ പായസം നിറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് മീര അവിടെ നിന്നും തിരിച്ചു. പക്ഷേ ചന്ദൻ ചിരിച്ചുകൊണ്ട് തന്നെ എന്തു പറഞ്ഞെന്നാൽ, പക്ഷേ ഞാൻ പായസത്തിനെ എടുത്ത് തീർച്ചയായും വിൽക്കും. രാത്രിയായി. ആ ഗ്രാമം മുഴുവൻ ഉറങ്ങിയതിനു ശേഷം ചന്ദൻ ആരും അറിയാതെ ആ പാത്രത്തിനടുത്തേക്ക് ചെന്നു. പിന്നെ ആദ്യമായി അവൻ അത് കണ്ടു. ഇതുവരെ ആരും അത് കണ്ടിട്ടില്ല. ആ വെങ്കല പാത്രം വർണ്ണങ്ങൾ നിറഞ്ഞ പ്രകാശം കൊണ്ട് തിളങ്ങിക്കൊണ്ടേയിരുന്നു. അതിനകത്തു നിന്നും ചെറുതായി തിളയ്ക്കാൻ തുടങ്ങി. പിന്നെ രുചികരമായ പായസം പതുക്കെ തിളച്ചു മറിയാൻ തുടങ്ങി. ചന്ദന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. ഇനി മുതൽ ഈ പായസത്തിനെ ഗ്രാമത്തെ ആൾക്കാരോ അല്ലെങ്കിൽ യാത്രികളോ കഴിക്കില്ല. ഇനി മുതൽ ഇതിനെ കസ്റ്റമേഴ്സ് കളിക്കും. പിന്നെ ഈ പായസത്തിനെ കഴിക്കാനായിട്ട് അവരെനിക്ക് പൈസയും കൊടുക്കും. ആഹാഹാ, വളരെ നല്ല മണം വരുന്നുണ്ട്. ആദ്യം 1-2 ദിവസങ്ങൾ ഞാൻ തന്നെ ഈ പായസം കഴിക്കും. അതിനുശേഷം മോഷ്ടിച്ച് ഇതിനെ വിൽക്കാനും ചെയ്യും. ചന്ദൻ ആർക്കും അറിയാതെ ഒരുപാട് പാനകൾ എടുത്തുകൊണ്ടുപോയി അതിൽ പായസം നിറച്ചു. അടുത്ത ദിവസം രാവിലെ പാത്രം കാലിയായിരുന്നു. ഒരു ദിവസമായി, പക്ഷെ അതിൽ പായസം വന്നില്ല. ഗ്രാമം മുഴുവൻ ആകെ വിഷമത്തിലായി. അടുപ്പത്ത് സാധാരണ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. വഴിപോക്കന്മാർ വിശപ്പോടെ തിരികെ ചെന്നു. മറുവശത്ത് ചന്ദൻ തന്റെ പാനയിലുണ്ടായിരുന്ന പായസം നോക്കിക്കൊണ്ടിരുന്നു. എന്റെ ദൈവമേ, ഇവിടെ എന്താണ് നടക്കുന്നത്? എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പായസം നശിച്ചത്? എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ വളരെ വലിയ തെറ്റ് ചെയ്തു പോയി.
മീര പറഞ്ഞ കാര്യത്തിനെ ഞാൻ കേട്ടെടുക്കണമെന്ന് തോന്നുന്നു. അപ്പോഴാണ് മീര അവിടേക്ക് വന്നത്. വളരെ ദേഷ്യത്തോടെ അവൾ എന്തു പറഞ്ഞെന്നാൽ, ഇന്ന് വരെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. തീർച്ചയായും നീ ആയിരിക്കും അത്യാഗ്രഹം കൊണ്ട് ആ പായസം മോഷ്ടിച്ചത്. കാരണം ഇന്നലെ നീയാണ് ഈ പായസം വിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്ദൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയതുപോലെ മീരയുടെ മുൻപിൽ കൈകൂപ്പി എന്തു പറഞ്ഞെന്നാൽ, എന്നെ ക്ഷമിച്ചേക്കു മീര, ഞാൻ വളരെ വലിയ തെറ്റ് ചെയ്തു പോയി. മീര വളരെ വേദനയോടെ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ എന്തു പറ്റിയെന്ന് നോക്ക്. നീ അത്യാഗ്രഹം കൊണ്ട് ആ പായസം മോഷ്ടിച്ചിരിക്കുകയാണ്. ഇനി ആ പാത്രത്തിൽ പായസം വരില്ലെന്നാ തോന്നുന്നത്. നമ്മുടെ ഗ്രാമം ഇതുവരെ ആരെയും വിശപ്പോടെ തിരികെ അയച്ചിട്ടേയില്ല. ഇപ്പോൾ ആ പാരമ്പര്യം തന്നെ നശിക്കും. ചന്ദന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ വളരെ വേദനയോടെ എന്തു പറഞ്ഞെന്നാൽ, തെറ്റ് ചെയ്തത് ഞാനാണ് മീര, ഞാൻ തന്നെ ഇതിനെ നേരാക്കി മാറ്റണം. പക്ഷേ നീ ഇതെങ്ങനെ നേരാക്കാൻ പോവുകയാണ്? രാത്രി സമയത്ത് ഞാൻ കണ്ടപ്പോൾ ആ പാത്രത്തിന്റെ അകത്തിരുന്ന് വണ്ണ നിറങ്ങൾ പുറത്തേക്ക് വന്നു. ഇന്ന് രാത്രി നമ്മൾ ഈ പാത്രത്തിനെ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ ഏതോ ഒരു രഹസ്യമുണ്ടെന്ന് തോന്നുന്നു. അതിനെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അന്ന് രാത്രി തന്നെ മീരയും ചന്ദനും ആ കാലിയായ പാത്രത്തിനടുത്ത് ചെന്നിരുന്നു. പെട്ടെന്ന് ആ പാത്രത്തിനകത്തു നിന്നും വർണ്ണ നിറത്തിലുള്ള പ്രകാശം പുറത്തേക്ക് വന്നു. രണ്ടുപേരും അകത്തേക്ക് എത്തി നോക്കിയപ്പോൾ അത് അവരെ വലിച്ചുകൊണ്ടുപോയി. അവർ കണ്ണു തുറന്നപ്പോൾ അവർ മറ്റൊരു ലോകത്തായിരുന്നു. എല്ലാ ഭാഗത്തും പായസം നിറഞ്ഞ പാതകളുണ്ടായിരുന്നു. മുന്തിരി കൊണ്ടുള്ള വീടുകൾ, പിസ്ത ബദാം പാത്രങ്ങൾ. അവിടെയുള്ള ജനങ്ങൾ മനുഷ്യന്റെ രൂപത്തിലായിരുന്നു. പക്ഷെ അവരുടെ മുഖം പായസം പോലെയായിരുന്നു. പാല് പോലെ വെളുത്ത് ശാന്തമായി പ്രകാശമായിരുന്നു. ഇത് യഥാർത്ഥ കീർ ഗ്രാമമാണ്. ചന്ദൻ അതിശയിച്ചു പോയി. അവൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, എന്താ ഇത്? നമ്മൾ ആ പാത്രത്തിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു, പിന്നെ പെട്ടെന്ന് ഇവിടെ വന്നു. ഇത് കാണാൻ വേറെ ലോകം പോലെ തന്നെ ഉണ്ട്. കുറച്ച് നോക്കു മീര, എല്ലാ സ്ഥലത്തും മുന്തിരി, ബാദാം, പിസ്ത കൊണ്ട് വീട് കെട്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ലാതെ പാത്രങ്ങൾ പോലും അതുകൊണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള മനുഷ്യന്മാരുടെ മുഖങ്ങളും പായസം പോലെ തന്നെ ഉണ്ട്. പാല് പോലെ പ്രകാശമായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു അമ്മ അവരുടെ അടുത്തേക്ക് വന്നത്. അവരുടെ കണ്ണുകളിൽ ആഴമുണ്ടായിരുന്നു. ആ അമ്മ ചോദ്യചിഹ്നത്തോടെ അവരോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഞാൻ ഈ ഗ്രാമത്തിന്റെ നേതാവാണ്. ചന്ദൻ അവരുടെ മുൻപിൽ കൈകൂപ്പി നിന്നു. പിന്നെ നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ആ അമ്മ വളരെ വിഷമത്തോടെ ചന്ദനെയും മീരയെയും നോക്കി. ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയതാണ്. എന്റെ മനസ്സിൽ വാശി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കി. പല കൊല്ലങ്ങൾ നടന്ന സമ്പ്രദായം എന്നെ കൊണ്ട് പൂർത്തിയാവാൻ ഞാൻ വിചാരിക്കില്ല. ഞങ്ങളുടെ ഗ്രാമം നല്ല മനസ്സുടയവർക്കായി പ്രബലമായതാണ്. അവർ യാറിനെയും കഴിക്കാതെ വിശപ്പോടെ പുറത്തേക്ക് അഴിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ ഗ്രാമം വിശപ്പോടുണ്ട്. പായസ ലോകത്തിന്റെ നേതാവ് വളരെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കീർ ഗ്രാമത്തിലുള്ള ഒരു യുവാവ് ലോകത്തിന് നടുക്ക് അറിയാതെ കുടുങ്ങിപ്പോയി. അദ്ദേഹം വിശപ്പോടെ ഇരുന്നു, ബലഹീനനായിരുന്നു. അദ്ദേഹം മനുഷ്യന്മാർ ജീവിക്കുന്ന ഗ്രാമത്തേക്ക്, അതായത് കീർപൂരിലേക്ക് വന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് ആഹാരം നൽകി, പാലും റൊട്ടിയും നൽകി, ഉണ്ടായിരുന്നതെല്ലാം തന്നെ നൽകി. ആ യുവാവിന്റെ കണ്ണ് നിറഞ്ഞു. പോകുന്നതിന് മുൻപ് ആ ഗ്രാമത്തിന്റെ നടുക്ക് ഒരു വലിയ വെങ്കല പാത്രം വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എന്റെ വിശപ്പ് മാറ്റിയിരിക്കുകയാണ്. അതിനു പകരം എന്റെ ലോകത്തു നിന്നും ദിവസവും നിങ്ങൾക്ക് പായസം വരും. പക്ഷേ ഒരേ ഒരു കാര്യം, അത്യാഗ്രഹം കാണിക്കരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ അമ്മ ശാന്തയായി. എന്നിട്ട് അവർ ചന്ദനെ പതുക്കെ നോക്കി. ചന്ദൻ, അദ്ദേഹം നൽകിയ വാക്ക് നീ മറികടന്നിരിക്കുന്നു. പക്ഷേ നീ നിന്റെ തെറ്റുകളും മനസ്സിലാക്കിയിരിക്കുന്നു. മീരയും ചന്ദനും അവരുടെ മുൻപിൽ വണങ്ങി നിന്നു. ശരി, ഇത്തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഓർമ്മയിരിക്കട്ടെ, ആ പായസം സമ്മാനമാണ്, കച്ചവടമല്ല. അടുത്ത ക്ഷണം തന്നെ അവർ രണ്ടുപേരും ആ വെങ്കല പാത്രത്തിന് പുറത്തേക്ക് വന്നു. നേരം വെളുത്തു. ആ പാത്രം വീണ്ടും പായസം കൊണ്ട് നിറഞ്ഞിരുന്നു. ഗ്രാമം വീണ്ടും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ചന്ദൻ ഒന്നും എടുക്കാതെ ആ ഗ്രാമത്തിൽ നിന്നും പോയി. ഒരു പാഠം പഠിച്ചിട്ട് പോയി. പിന്നെ കീർപൂർ വീണ്ടും പായസ ഗ്രാമമായി മാറി.